ഗൈസ്, അപ്പൊ ഇന്നത്തെ ഡേ എങ്ങനെ തള്ളി നീങ്ങി എന്ന് നമുക്ക് കാണാം. അങ്ങനെ 4-5 ഡേയ്സ് വീട്ടിലായിരുന്നിട്ട് ടൈം ടേബിൾ തെറ്റുമെന്നാണ് കിടക്കാൻ നേരത്തെ ഞാൻ വിചാരിച്ചത്. പക്ഷെ തെറ്റിയില്ല. എങ്ങനെയോ അലാം വിളിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എണീറ്റു. പിന്നെ എന്തൊരു പ്രശ്നം, സമയം ഇഷ്ടം പോലെ അല്ല, കുറച്ച് സമയം ഉണ്ടെന്ന് അങ്ങ് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെല്ലെ മെല്ലെ ഇങ്ങനെ എഴഞ്ഞു നീങ്ങാന്നുള്ളത്. അങ്ങനെ എണീച്ച പാട് അവിടെ പോയി കുറച്ചു നേരം നോക്കിയിരുന്ന, പിന്നെ ഇവിടെ വന്ന് കുത്തിയിരുന്ന് കഴിഞ്ഞപ്പോഴാണ് എന്നെ ആരോ സ്മരിച്ചതായി എനിക്കിത് മനസ്സിലായത്. സ്മരിച്ചതൊന്നുമല്ല, ജലദോഷത്തിന്റെ തുടക്കമായിരുന്നു. അങ്ങനെ പല തേക്കും മുന്നേ തന്നെ ഇവിടെ വന്ന് കുത്തിയിരുന്ന് കാര്യമില്ലാത്തൊരു കാര്യം കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലുണ്ടെന്ന് വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അത്. ഇന്നലത്തെ കാര്യം, രാവിലെ എംറ്റി സ്റ്റൊമക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. മെറ്റാബോളിസം RBC കൗണ്ട് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വളരെ നല്ലതാണെന്ന് ഞാൻ എവിടേക്കോ കേട്ടിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ത്രോട്ട് പെയിൻ കുറയ്ക്കാനായിട്ട് ചൂടുവെള്ളം കുടിച്ച ലേ എന്നെയാണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ വിളിച്ച് വീണ്ടും നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാതെ രാവിലെ സമയം വെറുതെ പാഴാക്കി കളഞ്ഞ ഒരു വ്യക്തിയാണ്. അതിന്റെ ഭവിഷ്യത്ത് പിന്നത്തെ ക്ലിപ്പിൽ കാണിക്കുന്നുണ്ട്. ഓട്ടം. അങ്ങനെ സമയമൊക്കെ പോയി വേഗം ചെന്ന് കുളിച്ച് റെഡിയായി ഓടുകയാണ് ഗൈസ്, ഓടുകയാണ്. ഇങ്ങനെ എന്റെ ഓരോ ഓട്ടം കഴിയുമ്പോഴും ഞാൻ വിചാരിക്കും ഇനിയേലും സമയം കളയരുത്, രാവിലെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആവശ്യ സമയത്ത് ചെയ്ത് കഴിഞ്ഞ് മെല്ലെ മെല്ലെ സമയം കൂളായിട്ട് നീക്കി പോണെന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, നടക്കത്തില്ല. അങ്ങനെ ആ ഓട്ടത്തിന് ശേഷം മെസ്സിലൊക്കെ പോയി ക്ലാസ്സിലൊക്കെ വന്ന് ഇനി സ്വല്പം ക്ലാസ്സിലെ വിശേഷവും ക്ലാസ്മേറ്റ്സിനെയും കാണാം. അങ്ങനെ പെട്ടെന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ പോകുന്ന ദൃശ്യങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. അങ്ങനെ എപ്പോഴും ഗാംഗ്ലിയൻ സിസ്റ്റിന്റെ സെൽഫ് ട്രീറ്റ്മെന്റ് എങ്ങനെ പോകുന്നു എന്നൊക്കെ നോക്കിക്കണ്ട് അങ്ങനെ ഗായികയും കോഗായികയും കൂടെ പാടി ഗൈസ്. ഏറെക്കുറെ ബാക്കി അലപ്പിന്റെ കൂടെയും ഈ പാട്ട് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ആ പാട്ടിന്റെ ക്ഷീണം മാറ്റാനാണ് ഞങ്ങൾ ഈ ഗെയിമിൽ ഏർപ്പെട്ടു. ഈ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പണ്ട് ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗെയിമായിരുന്നു. കാരണം ഉച്ച കഴിഞ്ഞ് ക്ലാസ്സിൽ വരുന്നത് തന്നെ ഇതിനു വേണ്ടിയായിരുന്നു. പിന്നെ വളരെ പണ്ടെന്നൊക്കെ ഞാനൊരു പഞ്ചിന് വേണ്ടി പറഞ്ഞത് കുറച്ച് വീക്സ് ആയിട്ടുണ്ടാവുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ വീണ്ടും ഓൺ ആയതിന്റെ ഒരു സന്തോഷം. അങ്ങനെ കുറെ വിയേർഡ് എക്സ്പ്രഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എത്ര മോളുണ്ട്? 2 പേര്. ഒന്നാമത്തെ പെണ്ണ് സദാനന്ദം രാജമാതിയാകും. അങ്ങനെ പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് വലിയൊരു തർക്കം നടന്നത്. തർക്കം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു അടിയായി അത് മാറി. Day 20. അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഇന്നത്തെ ഈവനിങ്ങും എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് വെറുതെ കുത്തിയിരുന്ന് ഉറങ്ങി തീർക്കരുതെന്ന് വിചാരിച്ച ഞാനായിരുന്നു. എന്ത് ചെയ്യാനാ, എല്ലാം അവതാളത്തിലാണ്. അങ്ങനെ വന്ന് ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞ് കുറച്ചു നേരം ഇരുന്നപ്പോഴാണ് ഒറ്റയ്ക്ക് ഇരുന്ന് വട്ടാവുന്നെന്ന് മനസ്സിലായി. അങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങി തിരിച്ചു വന്നു. രാത്രിയിൽ കഴിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞ ഒരു റൗണ്ട് നടക്കാൻ ഇറങ്ങിയപ്പോഴത്താണ് പിന്നെ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്കത്തൊന്നും ഇല്ല, നമുക്ക് വിട്ടുപോയി. അങ്ങനെ ഇവിടുന്ന് എല്ലാവരും തലവണ്ണയും പായൊക്കെ എടുത്തോണ്ട് പോയതിന്റെ മൂകതയാണ് ഇപ്പൊ കാണുന്നത്. അപ്പം മറ്റൊരു വീഡിയോ കാണാം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്ത് ബൈ.